ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞാൻ തേങ്ങ ചിരണ്ടുന്നത് കണ്ടോ? എന്തിനാണെന്നറിയാമോ? കുറച്ച് മത്തി കിട്ടിയിരുന്നു. നല്ല നാടൻ രീതിയിൽ നമുക്ക് തേങ്ങ അരച്ചുള്ള മത്തിക്കറി വെക്കാനുള്ള ശ്രമത്തിലാണേ. അതിന് വേണ്ടിയിട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ദേ അവിടെ ഒരു തക്കാളിക്ക ഇരിക്കുന്നത് കണ്ടോ? അതിൻ്റെ കുറച്ച് തക്കാളിക്ക മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചറിയോ? കുറച്ച് പുളിയും അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ മത്തിക്കറിക്കകത്ത് പുളിക്കറി പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ തക്കാളിക്ക എടുത്തത്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കടുക് പൊട്ടിക്കാനുള്ള ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചു. ആ പാർട്ട് അങ്ങ് കഴിഞ്ഞു കിട്ടുമല്ലോ. പിന്നെ അരിയുക എന്നുള്ളത് നമുക്ക് ഒരു ടെൻഷനില്ലാത്ത കാര്യമായിട്ട് മാറും. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വീണ്ടും കാണിക്കാം കേട്ടോ. 2-3 പച്ചമുളക് കീറിയതും മെയിൻ കണ്ടൻറ്റ് എന്താണെന്നറിയാമോ? മാങ്ങ. അത് ഫ്രോസൺ മാങ്ങയായിരുന്നേ. ചീനിച്ചട്ടി വെച്ചതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സാധനങ്ങൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലിനകത്തോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനകത്ത് പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് വെണ്ണ പോലെ അരച്ച സാധനം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ നേരത്തെ വെച്ചിരുന്ന പുളി അതും കൂടി ഇട്ട് മാങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. മറന്നു പോകരുത് ഉപ്പിടാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റി. നേരത്തെ അത് ചെയ്യാതിരുന്നത് ചട്ടി പൊട്ടിപ്പോകുന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് ചൂടടിക്കുമ്പം നന്നായിട്ട് കുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഒന്ന് വരഞ്ഞതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകത്തോട്ട് ഈ മത്തികളെല്ലാം അങ്ങോട്ട് ഇടുക. മീനായതുകൊണ്ട് അങ്ങോട്ട് ഇടുമ്പം തന്നെ ഒരുമാതിരി അങ്ങ് വേകുന്ന പോലെ ആവും. അതുകൊണ്ട് സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. രുചി കൂടാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു പാൻ എടുത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് എടുത്തു. ഏറ്റവും രുചി വരുന്നൊരു താരമായിരുന്നു കറിവേപ്പില. ഇവിടെ വന്നേ പിന്നാണ് കറിവേപ്പിലയുടെ വില എന്താണെന്ന് മനസ്സിലാകുന്നത്. നാട്ടിലൊക്കെ ചുമ്മാ കാട് പോലെ പിടിച്ച് നടക്കുന്ന സാധനമല്ലേ. കറിവേപ്പില ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് രുചിക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലായിരുന്നു. അത് കടുക് പൊട്ടിച്ചതും കൂടെ ആ തിളച്ചുകൊണ്ടിരുന്ന കറിക്കകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പം ഒരു അപാര മണമായിരുന്നു കേട്ടോ. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ചോറ് ചൂടിനകത്തോട്ട് ഈ കറിയും കൂടി ഒഴിച്ച് കഴിക്കാൻ തോന്നും. ഞാൻ ടേസ്റ്റ് നോക്കുന്നത് എന്താണെന്നറിയോ? ഉപ്പ് കൂടിപ്പോയെന്നറിയാൻ നോക്കിയതാണ്. ഉപ്പൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല പാകത്തിനുള്ള ഉപ്പും. അതുപോലുള്ളവരൊക്കെ ഈ നാടൻ കറികളല്ലേ ഇഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ വീണ്ടും ഒരു നാടൻ കറിയുമായി ഉടനെ വരും. അതുവരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് and follow and like, and we will see you soon. Bye bye and good night. Thank you.